ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ കമ്പോസ്റ്റ് നിർമ്മാണം പൂർത്തിയായ ഇന്ന് തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കമ്പോസ്റ്റ് നിർമ്മാണത്തിലൂടെ കൃഷിയിടത്തിലെ ജൈവമാലിന്യങ്ങൾ, വീട്ടുപറമ്പിലെ കരിയിലകൾ, പൂന്തോട്ട അവശിഷ്ടങ്ങൾ, കളകൾ എല്ലാം കമ്പോസ്റ്റിംഗ് പ്രക്രിയയിലൂടെ ഉറവിട മാലിന്യ സംസ്കരണ രീതി അനുസരിച്ച് ശാസ്ത്രീയമായും ഭംഗിയായും ചെയ്യാൻ സാധിച്ചു. അങ്ങനെ കമ്പോസ്റ്റിംഗ് എന്ന പ്രോസസ്സിലൂടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഭാഗമാകാനും കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തിൽ നിന്ന് 7 ദിവസം പിറകോട്ടൊന്ന് പോയാൽ കാണുന്നത് പറമ്പിൽ നിറയെ കരിയിലകളും ഉണക്കക്കമ്പുകളും ഉണക്കപ്പുല്ലുകളും പിന്നെ പുതിയ ജൈവവസ്തുക്കൾ നിറക്കാൻ വേണ്ടി തുറന്നു വെച്ച ഒരു കമ്പോസ്റ്റ് കുഴിയാണ്. അതിൽ അരഭാഗത്തോളം ജൈവ വിഘടനം പൂർത്തിയാകാത്ത കമ്പോസ്റ്റും ഉണ്ട്. ഈ വിഘടനം പൂർത്തിയാകാത്ത കമ്പോസ്റ്റിന് വിഘടനം പൂർത്തിയാകണമെങ്കിൽ ജൈവപദാർത്ഥങ്ങളെ വിഘടിപ്പിക്കുന്ന ബാക്ടീരിയകൾക്ക് പ്രവർത്തിക്കാനുള്ള വായുസഞ്ചാരം ലഭ്യമാക്കണം. ഈ പൂർത്തിയാകാത്ത കമ്പോസ്റ്റിനെ ഇളക്കി മറിച്ചിട്ട് ട്രൈക്കോഡർമ പൊടി വിതറി കൃഷിസ്ഥലത്തു നിന്ന് ലഭിക്കുന്ന ജൈവപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കമ്പോസ്റ്റ് നിർമ്മിക്കാം. അങ്ങനെ ഈ ഗ്രീൻ ജൈവാവശിഷ്ടങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ബ്രൗൺ ജൈവാവശിഷ്ടങ്ങളാണ്, അതായത് കരിയില പോലുള്ള അവശിഷ്ടങ്ങൾ. ഇവിടെ നിറച്ചിരിക്കുന്നത് കരിയിലകളും ഉണങ്ങിയ കമ്പുകളും വൈക്കോലുകളുമാണ്. കാരണം കരിയിലകളുടെയും പച്ചിലകളുടെയും മറ്റ് ജലാംശം ഉള്ള വസ്തുക്കളുടെയും അളവ് നിശ്ചിത അനുപാതത്തിലായിരിക്കണം. ഈ സന്തുലിതാവസ്ഥക്കാണ് കാർബൺ നൈട്രജൻ അനുപാതം എന്ന് പറയുന്നത്. അതായത് കമ്പോസ്റ്റിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തിന് 30:1 എന്ന അനുപാതത്തിൽ, അതായത് 30 ഭാഗം കാർബണിന് 1 ഭാഗം നൈട്രജൻ ആവശ്യമാണ്. കൃഷിയിടത്തിൽ തന്നെയുള്ള കുല കൊത്തിയതിന് ശേഷമുള്ള വാഴയില, തണ്ട്, തടി, പിന്നെ ശീമക്കൊന്ന പോലുള്ള പച്ചിലകൾ, എത്രമാത്രം വൈവിധ്യമുള്ള സസ്യങ്ങളുടെ ഇലയും തടിയും തണ്ടും കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുന്നോ അത്രയും മേന്മ കമ്പോസ്റ്റിനുണ്ടാകും. ഈ കമ്പോസ്റ്റ് കൂനയിലെ ജൈവപദാർത്ഥങ്ങളുടെ സംസ്കരണം പെട്ടെന്ന് സാധ്യമാകണമെങ്കിൽ കരിയിലകളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഏറ്റവും കുറഞ്ഞ കാലയളവിൽ മികച്ച കമ്പോസ്റ്റ് ലഭിക്കാനുള്ള വ്യവസ്ഥകളെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ കമ്പോസ്റ്റ് നിർമ്മാണം പൂർത്തിയായത്. അതുപോലെ ദീർഘചതുരാകൃതിയിലുള്ള മറ്റൊരു കമ്പോസ്റ്റ് നിർമ്മാണവും കാർബൺ നൈട്രജൻ അനുപാതം, വായുസഞ്ചാരം, ജൈവവസ്തുക്കളുടെ അളവ്, ഈർപ്പം, താപനില എന്നീ ഘടകങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.